ഹായ് വിജയകുമാർ. ഗുഡ് ഈവനിങ് ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റണ്ട് തുടങ്ങാൻ സമയം. എസ്കെന്റെ അസാന്നിധ്യം ഈ പരിപാടിയിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്, പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. സ്റ്റണ്ടിന്റെ മാസ്റ്റർ എവിടെ? നമുക്ക് ഫ്ലവേഴ്സ് സ്റ്റണ്ട് നടത്തേണ്ടി വരുന്നുള്ളൂ എന്നത് കൊണ്ടാണ് ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇന്ന് വാർത്തകൾ ഒരുപാട് വരുന്നു അല്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിനിടയിൽ ഒരു വാർത്ത വന്നത് ഈ പ്രവർത്തകർക്ക് ഒരു നാരങ്ങ വെള്ളം വാങ്ങി കുടിക്കാനുള്ള കാശ് പോലും കോൺഗ്രസിന്റെ കയ്യിലില്ല. അതിനിടയിലാണ് അത് കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞത് കേട്ടോ. അതിനിടയിലാണ് ഇന്ന് ആദായനികുതി വകുപ്പിന്റെ ഒരു നോട്ടീസ് ഇന്നലെ രാത്രി കിട്ടിയത്. 1823 കോടി രൂപ ഉടനെ അടച്ചേക്കണം. കോൺഗ്രസിന് മാത്രമല്ല CPM-നും കിട്ടി, CPI-ക്കും കിട്ടി. ഇത്രയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുടിശ്ശിക നോട്ടീസാ അല്ലേ? ഓക്കെ, മാത്രമല്ല വിജയകുമാർ, ഇത് BJP-ക്ക് ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? BJP-ക്കാർക്കും അയച്ചിട്ടില്ല. BJP ഇത് സമർപ്പിച്ചിട്ടില്ല എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ അത് BJP സമർപ്പിച്ചിട്ടുണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ മാത്രമല്ല അതിന്റെ വിവരം കൂടി വരാനുണ്ട്. മാത്രമല്ല അവർക്ക് സമർപ്പിച്ചിട്ടില്ലെങ്കിലും നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ അത് ആരുടെ കഴിവുകേട് അല്ലേ? അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ശക്തിപ്പെടൂ അല്ലേ? അപ്പോ അതിന് ചേർത്ത് വെക്കേണ്ടത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ ചോർത്തുകയാണ് എന്ന ഗുരുതര ആരോപണം ഇന്ന് ആം ആദ്മി പാർട്ടി ഉയർത്തിയിട്ടുണ്ട്. ED ചോർത്തുന്ന വിവരങ്ങൾ BJP-ക്ക് കൈമാറുകയാണ് എന്നാണ് ആ പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല, അവിടെ തർക്കം തുടരുകയാണ്. മുംബൈയിൽ ഒരു സീറ്റിൽ കൂടി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വൈകുന്നേരമാകുമ്പോഴേക്കും. അതിനിടയ്ക്ക് വിജയകുമാർ ഇന്ന് ദുഃഖവെള്ളിയായിരുന്നു. ക്രിസ്തുമത വിശ്വാസികൾ ലോകമെങ്ങും ദുഃഖവെള്ളി ആചരിച്ച ദിവസമാണ്. എന്നാൽ ഇന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചു. പൗരത്വ നിയമത്തെ രൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ രംഗത്ത് വന്ന ദിവസമാണിന്ന്. ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അതാ രാജ്യത്തിൻ്റെ പരാജയമാണ് എന്ന കടുത്ത വിമർശനമാണ് ബിഷപ്പുമാർ ഇന്ന് നടത്തിയത്. അങ്ങനെ എമ്പാടും ബ്രേക്കിംഗ് ന്യൂസുകൾ വന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റാൻഡ് വിത്ത് വിജയകുമാർ ശ്രീകണ്ഠൻ നായർ. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ആദ്യം നമുക്ക് ഇലക്ഷൻ ഹോട്ടലിലേക്ക് പോകാം വിജയകുമാർ. ചൂടുള്ള ആ പ്രധാന വാർത്ത. അതെ, കോൺഗ്രസിന് പിന്നാലെ CPI-ക്കും CPIM-നും ആദായ നികുതി വകുപ്പിന്റെ വക ഒരു കുരുക്ക്. 1823 കോടി രൂപ നികുതി കുടിശ്ശിക അടയ്ക്കാൻ കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് പുതിയ നോട്ടീസ് കൊടുത്തു വിജയകുമാർ. CPI-ക്ക് 23 കോടി രൂപയും CPM-ന് 16 കോടി രൂപയുമാണ് SK നിന്ന് പിഴ ചുമത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആദായ നികുതി വകുപ്പ് വരിഞ്ഞു മുറുക്കുകയാണെന്ന് പ്രതിപക്ഷം. കോൺഗ്രസ് നേതാക്കളും പാർട്ടിയും ചലിക്കാനാവാത്ത വിധം ഭീമൻ പിഴയാണ് ശിക്ഷിച്ചത്. 1823 കോടി രൂപയുടെ കുടിശ്ശിക അടയ്ക്കണം. 1993-ൽ സീതാറാം കേസരി പാർട്ടി അധ്യക്ഷനായിരുന്ന കാലം മുതലുള്ള കുടിശ്ശിക അടയ്ക്കണം. 93-94-ൽ 54 കോടി, 2016-17-ൽ 182 കോടി, 2017-18-ൽ 179 കോടി, 2018-19-ൽ 918 കോടി, 2019-20 കാലയളവിൽ 490 കോടി എന്നിങ്ങനെയാണ് കുടിശ്ശിക. കോൺഗ്രസിന്റെ 4 അക്കൗണ്ടുകൾ ഇതിനകം മരവിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ വലിയ പ്രതിസന്ധിയിലായി ആ പാർട്ടി. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്തതിനും സംഭാവനാ വിവരങ്ങൾ മറച്ചുവെച്ചതിനുമാണ് പിഴ ഈടാക്കുന്നതെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. പിഴ ശിക്ഷ ചുമത്തിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ഈ പെനാൽറ്റി ഇപ്പോൾ ഏറ്റവും തന്നിരിക്കുന്ന നോട്ടീസ് ഞങ്ങൾ 1800 കോടി രൂപ അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് പിന്നാലെ CPI-ക്കും CPIM-നും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. 2014 മുതൽ 2018 വരെ പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് റിട്ടേൺ ഫയൽ ചെയ്തതിന് 23 കോടി രൂപ പിഴയടയ്ക്കാനാണ് CPI-യോട് ആവശ്യപ്പെട്ടത്. ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാന ഘടകങ്ങളാണ് പഴയ പാൻ കാർഡ് വിവരങ്ങൾ നൽകിയത്. പിഴ ചുമത്തിയതിനെതിരെ നിയമ നടപടി ആരംഭിച്ചെന്ന് CPI നേതൃത്വം അറിയിച്ചു. CPIM-ന് നൽകിയ നോട്ടീസിൽ 15.59 കോടി രൂപ പിഴയടയ്ക്കാനാണ് നിർദ്ദേശം. 2016-17-ലെ റിട്ടേണിൽ ഒരു അക്കൗണ്ട് നമ്പർ വിട്ടുപോയതിനാണ് പിഴ. ആദായ നികുതി വകുപ്പിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് CPIM. പ്രതിപക്ഷത്തിന് പിഴശിക്ഷ വിധിക്കുന്ന ആദായ നികുതി വകുപ്പ് BJP-യെ തൊടാൻ മടിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. BJP-യിൽ നിന്ന് 4600 കോടി രൂപ ആദായ നികുതി വകുപ്പിന് ഈടാക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ. 2017-18 के अंदर BJP ने 1297 लोगों के डोनेशन जिन्होंने दिए हैं उनका कोई एड्रेस, उनका कोई पता नहीं. കോൺഗ്രസ് നൽകേണ്ട ആദായ നികുതി പുനർനിർണ്ണയിക്കാനുള്ള നീക്കത്തിനെതിരെ പാർട്ടി നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു.
കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 11 നോട്ടീസുകൾ ആദായനികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാകേത് ഗോഖലെ അറിയിച്ചു. CBIക്കും EDക്കും പിന്നാലെ ആദായനികുതി വകുപ്പിനെതിരെയും ഒന്നിക്കുകയാണ് പ്രതിപക്ഷം. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, സജി മാങ്കോടിന്റെ ഒരു നല്ല കമന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സാധാരണ സ്റ്റണ്ടിൽ തമ്മിൽ തല്ലാണെങ്കിൽ ഇലക്ഷൻ സ്റ്റണ്ടിൽ തമ്മിൽ തള്ളാണ് എന്നാണ് പറയുന്നത്. നമ്മള് തള്ളാതിരിക്കുന്ന എങ്ങനെ? നിങ്ങളോ തള്ളുന്നില്ല, അപ്പൊ നമ്മളെങ്കിലും തള്ളണ്ടേ? വിജയകുമാർ, പൊതുവെയുള്ള ഇലക്ഷൻ ചൂട് എങ്ങനെ? നമ്മുടെ ആഷ്മി നടത്തുന്ന ഈ സംവാദത്തിലൊക്കെ അടിയും നടന്നിട്ടില്ലല്ലോ. ഇല്ല, അതില് അടിയുടെ വക്കിൽ വരെ എത്തുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഹീറ്റാണ് എസ്കേൻ. പൊതുവെ അന്തരീക്ഷ കാലാവസ്ഥയെക്കാളും വലിയ ചൂട്, അതിനെക്കാട്ടി വലിയ ചൂടുണ്ട് മണ്ഡലങ്ങളിലൊക്കെ. ഇനിയിപ്പോൾ ഏതാണ്ട് 28 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് അതിലേക്ക് 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നത്. 28 ദിവസം എങ്ങനെ കൊണ്ടുപോകുന്നു? വലിയ പാടായിരിക്കും. എല്ലാ മണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും ഒരു ഏതെങ്കിലും തരത്തിൽ ട്രെൻഡ് ഒന്നുമില്ല. ഒരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. അതിന്റെ സൂചനകളൊക്കെ നമ്മൾ ആ പരിസരത്തൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം വിജയകുമാർ, അത്തരം പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമുക്ക് പോകാം. ആ മണ്ഡലത്തെ നമ്മൾ പരിചയപ്പെടുന്നു. മണ്ഡല പരിചയം. വിജയകുമാർ, അപ്പോൾ മണ്ഡല പരിചയം. അത് ഇടത് കോട്ട എന്ന പെരുമ തകർത്ത് UDF പിടിച്ച ആലത്തൂരിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണ് നടക്കുന്നത്. പാലക്കാടൻ ചൂടിലും പോരാട്ട വീര്യം പറ്റാതെ 3 മുന്നണികളും മണ്ണിനെ ഇളക്കി മറിക്കുകയാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഒരു മന്ത്രിയെ തന്നെ LDF അങ്ങ് ആലത്തൂരിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. പ്രചരണ ഘോഷങ്ങളോടെയാണ് UDFന്റെ സിറ്റിംഗ് MPയുടെ മറുപടി വന്നത്. മുൻ ഇടത് സംഘടനാ അംഗമായ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ TN സരസുവിനെ മത്സരിപ്പിച്ചാണ് BJPയുടെ തിരിച്ചടി. അല്ലേ? അപ്പൊ അവിടെ വല്ലതും നടക്കും അല്ലേ വിജയകുമാർ? ത്രികോണ മത്സരം തന്നെ നടക്കും ആലത്തൂരിൽ. ആ മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കും. പാലക്കാട് കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കട്ടെ. ആ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലത്തൂർ മണ്ഡലത്തെ നമ്മൾ തിരിച്ചറിയുന്നു. തൃശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങി പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ പൊള്ളാച്ചി ലോക്സഭാ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്നതുവരെ വിശാലമായി പരന്നു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. മണ്ഡലത്തിൽ കർഷക പ്രശ്നങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയം. പറമ്പിക്കുളം വെള്ളവും നെല്ല് സംഭരണവുമൊക്കെ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മുന്നണികൾക്ക് പോലും നിശ്ചയമില്ല. മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് നിലവിലെ MPയും UDF സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിന്റെ ആത്മവിശ്വാസം. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്നതാണ്. എന്നെ ഒരു വീട്ടിലെ ഒരു അംഗമായിട്ട് കണ്ട ആളുകളാണ്. അതിന്റെ ഒരു പിന്തുണയും അതിന്റെ ഒരു പ്രാർത്ഥനയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ടാണ് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പോകുന്നത്. ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം 2009 ആലത്തൂരായി പുനഃക്രമീകരിച്ചത്. രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ 1984 മുതൽ 3 വട്ടം വിജയിച്ച മണ്ഡലം എന്ന പ്രത്യേകതയുണ്ട് ഒറ്റപ്പാലത്തിന്. PDP പിന്തുണയോടെ CPIM നടത്തിയ പരീക്ഷണം വൻ വിജയം നേടിയ 1993 ഉപതെരഞ്ഞെടുപ്പും ചരിത്രത്തിന്റെ ഭാഗം. KR നാരായണൻ രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPIMന്റെ S ശിവരാമൻ വിജയിച്ചത് 1,32,652 വോട്ടിന്റെ അതുവരെയുള്ള റെക്കോർഡുകളെല്ലാം കടപുഴക്കിയ വിജയം. പിന്നീട് ആലത്തൂരായപ്പോഴും മണ്ഡലം CPIMനെ കൈവിട്ടിട്ടില്ല. 2009 14 PK ബിജുവിനെ മികച്ച ഭൂരിപക്ഷത്തിലാണ് ആലത്തൂർ വിജയിപ്പിച്ചത്. 2019 കാലിടറി. കോഴിക്കോട് നിന്നെത്തിയ രമ്യ ഹരിദാസ് 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അട്ടിമറി വിജയം നേടിയത്. ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല എന്ന മന്ത്രി K രാധാകൃഷ്ണന്റെ റെക്കോർഡ് ആലത്തൂരിലും ആവർത്തിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ജനങ്ങൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും തടിച്ചുകൂടുകയാണ്. ഇതര പാർട്ടികളിൽ നിന്നുള്ള അടക്കം ആളുകൾ ഈ പൊതുയോഗങ്ങൾക്ക് അല്ലെങ്കിൽ സ്വീകരണ യോഗങ്ങൾക്ക് വരികയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മന്ത്രിക്ക് നേരിടേണ്ടി വരുമെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. കുടിവെള്ളവും കൃഷിക്കുള്ള വെള്ളവും എന്നും ചർച്ചയാകുന്ന മണ്ഡലമാണ് ആലത്തൂർ. കർഷക പ്രശ്നങ്ങൾ ജയപരാജയങ്ങളെ പോലും സ്വാധീനിച്ചേക്കാം. കേന്ദ്ര സർക്കാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിലവിലെ MP അടിച്ചുമാറ്റി സ്വന്തം പേരിലാക്കി എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. വൈകിയാണ് BJP സ്ഥാനാർത്ഥി എത്തിയതെങ്കിലും കാലങ്ങൾക്ക് ശേഷം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പ്രവർത്തകർ. എനിക്കിനി ആത്മവിശ്വാസമൊന്നല്ല, എനിക്ക് 100% ഉറപ്പായി കഴിഞ്ഞു ഇവിടെ ജയിക്കുന്നത് സരസു തന്നെയാണ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ മണ്ഡലത്തിലെത്തിച്ച് പരമാവധി വോട്ടുറപ്പിക്കുക എന്നതാണ് NDAയുടെ
പ്രചാരണ തന്ത്രം. LDFന്റെ ഉറച്ച കോട്ടയായിരുന്നു ആലത്തൂർ. ആ കോട്ടയിലാണ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് വിള്ളൽ വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും മണ്ഡലം തിരികെ പിടിക്കാൻ LDFും മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസും പൊരുതുമ്പോൾ മണ്ഡലത്തിലെ ശക്തി കാട്ടാനാണ് NDAയുടെ ശ്രമം. ആർക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം S. ശ്യാംകുമാർ, 24 ആലത്തൂർ. വിജയകുമാർ, ആലത്തൂർ പൊളിക്കും അല്ലേ? നമ്മൾ അവിടുത്തെ പോരാട്ട ചൂട് കണക്കിലെടുത്ത് ഒരു പ്രത്യേക ബ്യൂറോ തന്നെ ആലത്തൂർ ബ്യൂറോ, അത് പ്രേക്ഷകരോട് പറയാൻ നമ്മൾ മറന്നുപോയി. 24 ഇപ്പോൾ ആലത്തൂർ ഒരു ബ്യൂറോ ഉണ്ട്. കാരണം വലിയൊരു മത്സരം നടക്കുകയാണ്. ഒരു മന്ത്രിയുടെ വന്നുകൊണ്ട് മാത്രമല്ല അല്ലേ, അല്ലെങ്കിൽ തന്നെ കടുത്ത മത്സരമാണ്. അപ്പോൾ വിജയകുമാർ നമ്മുടെ പാറൂസ് ബ്ലോഗിൽ നിന്ന് വിജയകുമാറിനെ കുറിച്ചൊരു ചെറിയ അപഖ്യാതി പറഞ്ഞിരിക്കുന്നു. അതായത് SKന്റെ കൂടെ ചേരുമ്പോൾ വിജയകുമാർ ഒരു തുള്ളലുണ്ടെന്ന്. ഓട്ടം തുള്ളൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടിക്കാലത്ത്. അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ ഇനി മാന്യമഹാജനങ്ങളെ, അതെ മാന്യമഹാജനങ്ങളെ, ഞാൻ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറയാം. അവർക്ക് എന്ത് പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് പ്രത്യേകത ഉണ്ടോ? ഉള്ള ആളുകളാണ്. അപ്പോൾ അതിലൊന്ന് MV ഗോവിന്ദൻ, K. സുധാകരൻ, EP ജയരാജൻ, VD സതീശൻ, ബിനോയ് വിശ്വം, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്താണ് ഈ 6 പേരുടെയും പ്രത്യേകത? എനിക്ക് തോന്നുന്നത് ഇവരിപ്പം അലങ്കരിക്കുന്ന ഈ കസേരയിലേക്ക് വന്നിട്ട് ആദ്യമാണ് അല്ലെ? അവർ നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ 6 പേരും അതത് പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ചുമതല ഏറ്റ ശേഷം നടക്കുന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അറിയാമല്ലോ, എന്തെങ്കിലും പാളിച്ച സംഭവിച്ചാൽ തലയിലെടുത്തെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല, കുഴപ്പമാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ 6 ആളുകൾക്കും വളരെ വളരെ നിർണായകമാണ്. ബി കെയർഫുൾ. ചിലപ്പോൾ പണി പോയെന്നിരിക്കും, പണി പാളും. ബി കെയർഫുൾ. അതെ. കോടിയേരി ബാലകൃഷ്ണൻ രോഗബാധിതനായതോടെ അപ്രതീക്ഷിതമായി പാർട്ടി സെക്രട്ടറി സ്ഥാനം MV ഗോവിന്ദനും മുന്നണി കൺവീനർ സ്ഥാനവും EP ജയരാജനും ഏറ്റെടുക്കേണ്ടി വന്നു. ബിനോയ് വിശ്വത്തിനും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും സമാനമായ സാഹചര്യത്തിലാണ് ചുമതല ഏൽക്കേണ്ടി വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിനു ശേഷം കോൺഗ്രസ് നടത്തിയ തലമാറ്റത്തിനു പിന്നാലെ എത്തിയ നേതാക്കളാണ് VD സതീശനും K. സുധാകരനും. രണ്ടാം പിണറായി സർക്കാരിൽ രണ്ടാമനായിരുന്ന MV ഗോവിന്ദൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. 2019 ഒരു സീറ്റ് എന്ന ദയനീയ പ്രകടനത്തിൽ നിന്ന് പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരിക എന്ന ഭഗീരഥ പ്രയത്നമാണ് MV ഗോവിന്ദന് മുന്നിലുള്ളത്. EP ജയരാജനും LDF കൺവീനർ എന്ന നിലയിൽ ഇത് മികവ് തെളിയിക്കേണ്ട അരങ്ങാണ്. സമാന സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വത്തിനും CPIയെ നയിക്കാനുള്ള അവസരം കിട്ടിയത്. കാനത്തിന്റെ വിയോഗത്തോടെ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയാകുന്നത് 2023. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി കണ്ണൂരിൽ നിന്ന് K. സുധാകരൻ എത്തുന്നത്. കണ്ണൂർ സീറ്റിൽ സ്ഥാനാർത്ഥിയായതോടെ KPCC അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി മാറിയെങ്കിലും മുന്നിൽ നിന്ന് നയിക്കുന്നത് സുധാകരൻ തന്നെ. സ്വന്തം മണ്ഡലം നിലനിർത്തുന്നതിനോടൊപ്പം 2009 നേടിയ 19 സീറ്റ് പോകാതെ നോക്കുകയും വേണം. രമേശ് ചെന്നിത്തലയുടെ പിൻഗാമിയായി എത്തിയ VD സതീശനും ഇത് കന്നിപ്പോരാട്ടമാണ്. തന്ത്രങ്ങൾ മെനയാൻ ഉമ്മൻചാണ്ടിയില്ലാത്ത തെരഞ്ഞെടുപ്പാണ് എന്ന കുറവ് പരിഹരിക്കേണ്ടത് ഇരുവരും ചേർന്ന്. പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തോടെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സാദിഖ് അലി ശിഹാബ് തങ്ങളെ തേടിയെത്തിയത്. മത്സരിക്കുന്ന 2 സീറ്റുകളും ഉറച്ച കോട്ടയാണ്. എന്നാൽ സമസ്തയുമായുണ്ടായ അഭിപ്രായ ഭിന്നതകൾ മലബാറിലെ വോട്ടെടുപ്പിൽ ബാധിക്കാതെ നോക്കുകയാകും പ്രധാന വെല്ലുവിളി. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ് K. സുരേന്ദ്രൻ. ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടനം നന്നായില്ലെങ്കിൽ തലമാറ്റം നടത്തുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ സ്ഥിതി മെച്ചപ്പെടുത്തേണ്ടത് K. സുരേന്ദ്രന്റെയും അനിവാര്യതയാണ്. ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പൊ പോൾ തെക്കത്ത് ആണ് അദ്ദേഹം പറയുന്നത് ഈ 22 ദിവസം ഉണ്ടെന്നല്ലേ വിജയകുമാർ പറഞ്ഞു? 26 ദിവസം ഉണ്ട്. അപ്പൊ ഈ 26 ദിവസവും നിങ്ങളെയും സ്ഥാനാർത്ഥികളെയും സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുകയാണ്
സാക്ഷാൽ പോൾ തെക്കത്ത്. 26 ദിവസം കഴിഞ്ഞാലും നമ്മളുള്ള അത് കഴിഞ്ഞാലും അതേസമയം ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് ആ ദിവസം ഉണ്ടല്ലോ നമ്മൾ 3 പേര് പൊളിക്കണമെന്ന് പറഞ്ഞു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. വർക്കല മഴ പെയ്യുന്നു പറഞ്ഞ് ഇപ്പോഴേ കൊട നിവർത്തണമെങ്കിൽ നമ്മൾ നിവർത്തും അല്ലേ? നമുക്ക് കാര്യം ചെയ്യാം വിജയകുമാർ, വേരുകൾ തോണ്ടിയാലോ? ഇനിയിപ്പോ സമയം നോക്കിയിട്ട് കാര്യമില്ല, കാണാം വേരുകൾ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്ന് മുത്തങ്ങ വെടിവെപ്പായിരുന്നു. ചരിത്ര ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വന്ന AK ആന്റണി സർക്കാരിന് അതിവേഗം ജനപ്രീതി നഷ്ടപ്പെടുകയായിരുന്നു. പൊന്നാനിയിൽ അഹമ്മദ് ഒഴികെ മറ്റെല്ലാ UDF സ്ഥാനാർത്ഥികളും തോറ്റു. ഈ ഫലം വന്ന ഒരു മാസത്തിന് ശേഷമായിരുന്നു AK ആന്റണിയുടെ അപ്രതീക്ഷിതമായ രാജിപ്രഖ്യാപനവും മുത്തങ്ങയുടെ ഓരോരോ ഇഫക്റ്റുകൾ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കനത്തൊരു പരാജയമാണ് UDF ഉണ്ടായത്. പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ കാരണങ്ങൾ എന്തായാലും UDFനെ നയിച്ച ആളെന്ന നിലയിൽ ഈ പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മുഖ്യമന്ത്രി AK ആന്റണിയുടെ രാജിയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്ന് മുത്തങ്ങയിലെ പോലീസ് നടപടിയായിരുന്നു. 2002 ആദിവാസി ഗോത്രമഹാസഭ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തിയതോടെയാണ് സംഘർഷങ്ങളുടെ തുടക്കം. 48 ദിവസം നീണ്ട സമരത്തിന് ശേഷം എല്ലാ ആദിവാസികൾക്കും 5 ഏക്കർ വീതം സ്ഥലം വാഗ്ദാനം ചെയ്തു. ഇത് വയനാട്ടിൽ നടപ്പായില്ല. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രം കയ്യേറി ഗോത്രമഹാസഭ ഊരായി പ്രഖ്യാപിച്ചു. 40 ദിവസത്തിന് ശേഷം 2003 ഫെബ്രുവരി 17 തീ പടർന്നു. വനംവകുപ്പ് തീയിട്ടതാണെന്നാരോപിച്ച് വനംവകുപ്പ് ജീവനക്കാരെയും ഫോട്ടോഗ്രാഫറെയും ബന്ദികളാക്കി. ജില്ലാ കലക്ടർ നടത്തിയ ചർച്ചയിൽ ബന്ദികളെ വിട്ടയച്ചു. 2003 ഫെബ്രുവരി 19 750 പോലീസുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒഴിപ്പിക്കാനെത്തി. ഒരു സംഘം പോലീസുകാരെ വളഞ്ഞുവെച്ചു. ഇതോടെ പോലീസ് വെടിവെച്ചു. ജോഗി വെടിയേറ്റു മരിച്ചു. കണ്ണൂർ AR ക്യാമ്പിലെ കോൺസ്റ്റബിൾ വിനോദ് വെട്ടേറ്റു മരിച്ചു. മുത്തങ്ങ സമരത്തിൽ ആദിവാസികളെ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയുള്ള ആദിവാസികളെ ഒരുമിച്ച് പോലീസ് ഭീകരമായ രൂപത്തിലാണ് വേട്ടയാടിയത്. അതിലൊരു മരണമുണ്ടായ കാര്യം നമുക്കറിയാം. പോലീസുകാർ ഭീകരമായ രൂപത്തിൽ അവരെ അടിച്ചോടിച്ചത് നമുക്കറിയാം. അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു ആ സമരം എന്നുള്ള കാര്യത്തിൽ AK ആന്റണി ഒരു വീണ്ടും വിചാരം പോലും നടത്തിയില്ല. AK ആന്റണിയും 2004 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അന്ന് മാധ്യമങ്ങളോട് പറയുന്നു ഞാൻ രാജിവെക്കുകയാണ്. കൂളായിട്ട് പറഞ്ഞു. അപ്പം ഇത് കേട്ടില്ല, ഞെട്ടിയ ആളുകൾ, കേട്ട ആളുകൾ. നമ്മളൊക്കെ ഈ ജോലി വരെ ഞാൻ വന്നിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ യാദൃശ്യമായി TV കാണുന്ന സമയത്ത് AK ആന്റണി പറഞ്ഞു ഞാൻ രാജിവെക്കുകയാണ്. അപ്പൊ നമ്മളും അതെ, നമ്മളും എന്നൊന്നുകൂടെ വെക്കും. ഇത് എന്താണ് കേട്ടില്ല. അപ്പൊ ഒന്നുകൂടെ അപ്പൊ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി കസേരയൊന്നും അദ്ദേഹത്തിന് അത്ര പ്രശ്നമല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല കുറച്ച് ദിവസമായി ഈ മുത്തങ്ങയൊക്കെ ഇരുന്ന് അങ്ങയുടെ മനസ്സിലിരുന്ന് വിങ്ങായിരുന്നു തോന്നുന്നു. വീണ്ടും അടുത്ത പദവിയിലേക്ക് പോയി, അത് വേറെ കാര്യം. ഇനി നമുക്ക് സാക്ഷാൽ കമ്പക്കെട്ട്. പവർ പൊളിറ്റിക്സിൽ ചില വീടുകൾക്കുള്ള സ്ഥാനം ചെറുതല്ല. ഏറ്റവും കരുത്തരായ നേതാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നു രാശി എന്ന് അവർ വിശ്വസിച്ച ചില സ്ഥലങ്ങൾ. കരുണാകരൻ്റെ കാര്യത്തിൽ തലസ്ഥാനത്തെ അറഫാത്തും കല്യാണി മന്ദിരവും തൃശ്ശൂരിലെ രാമനിലയും എല്ലാം ഇങ്ങനെ ചില പവർ സെൻ്ററുകളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഭാഗ്യ ചിഹ്നമായിട്ടൊക്കെയാണ് അവർ ഈ സ്ഥലത്തെ കണ്ടത്. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കഥകളിൽ ഇടം പിടിച്ചൊരു സ്ഥലമുണ്ട്. വിജയകുമാർ, അതിനോളം വരില്ല തെക്കേ ഇന്ത്യയിലെ ഒരു പവർ സെന്ററും. ഡോക്ടർ ജയലളിത അധികാരമിട്ട് അമ്മാനമാടിയ നാളുകളിലെ പോയസ് ഗാർഡൻ അല്ല ഇപ്പോൾ. പക്ഷേ പോയസ് ഗാർഡൻ വാർത്തകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ പോയസ് ഗാർഡൻ ഒന്ന് തുറക്കുന്നു. അതെ, വേദനിലയം നമ്പർ 81 പോയസ് ഗാർഡൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം വാർത്തകളിൽ ഇടം പിടിച്ച രാഷ്ട്രീയ വിലാസം. തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അയൺ ലേഡി ഡോക്ടർ ജയലളിതയുടെ വസതി. അവസാന ശ്വാസം വരെ നീണ്ട 35 വർഷം ജയലളിത ജീവിച്ചത് ഇവിടെയാണ്. അതിൽ 25 വർഷവും 81 പോയസ് ഗാർഡൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പവർ സെന്ററുകളിൽ ഒന്നായിരുന്നു. 1989 മാർച്ച് 25 നിയമസഭയിൽ ആക്രമിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വേദനിലയത്തിന്റെ മുറ്റത്ത് ജയലളിത ഒരു ഉണ്ണാവൃത സമരം ആരംഭിച്ചു. ജയലളിതയുടെയും വേദനിലയത്തിന്റെയും രാഷ്ട്രീയാരോഹണം അവിടെ തുടങ്ങി.
1980കളുടെ പകുതിയോടെ മന്നാർഗുഡി സ്വദേശി വിവേകാനന്ദൻ കൃഷ്ണവേണി ശശികല എന്ന VK ശശികലയെ ജയലളിത വേദനിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, ധാർമ്മിക ഘടനയെ മാറ്റിമറിച്ച സംഗമമായിരുന്നു അത്. ജയലളിത ആദ്യമായി മുഖ്യമന്ത്രിയായ 1991 പോയസ് ഗാർഡൻ പരിസരമാകെ പോലീസ് വലയത്തിലായി. ഒരീച്ച പോലും പറക്കാത്ത അവസ്ഥ. ഒരൊറ്റ രാത്രി കൊണ്ട് വേദനിലയത്തിലെ മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിട്ടു. പുതിയ 40 ജീവനക്കാരെത്തി. തോട്ടക്കാരൻ, സமையൽക്കാരൻ, കണക്കപ്പിള്ള എല്ലാവരും മന്നാർഗുഡിക്കാർ. ഒരു വർഷം കൊണ്ട് ശശികലയുടെ ബന്ധുക്കൾ പലരും വേദനിലയത്തിലെ പല മുറികളിലായി കടന്നുകയറി. പുതിയ ടീമിനെ മന്നാർഗുഡി മാഫിയ എന്നാണ് സുബ്രഹ്മണ്യസ്വാമി വിമർശിച്ചു വിശേഷിപ്പിച്ചത്. ഡോക്ടർ ജയലളിത മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം 1996 ഏപ്രിൽ 30 വിജിലൻസ് പോയസ് ഗാർഡൻ റെയ്ഡ് ചെയ്തു. 11,344 സാരികൾ, 750 ആഡംബര ചെരുപ്പുകൾ, 250 പട്ടുഷോളുകൾ, 91 വാച്ചുകൾ, 86 ഫാൻ, 12 ഫ്രിഡ്ജ്, 1000-ലധികം വീഡിയോ കാസറ്റുകൾ, 24 കട്ടിൽ, 33 ടെലിഫോൺ സെറ്റുകൾ. വേദനിലയത്തിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കളുടെ പട്ടിക ഇങ്ങനെ അവസാനിക്കുന്നില്ല. വിജിലൻസ് തയ്യാറാക്കിയ ലിസ്റ്റ് പത്രങ്ങളിലെ ചൂടൻ വാർത്തകളായി. അഴിമതി കഥകൾക്ക് പഞ്ഞമില്ലാത്ത തമിഴ്നാട്ടിൽ ജയലളിത പിന്നെയും പലവട്ടം മുഖ്യമന്ത്രിയായി. പോയസ് ഗാർഡനും വേദനിലയവും അധികാര കേന്ദ്രവുമായി. ജയലളിതയുടെ മരണത്തോടെ വീട് സ്മാരകമാക്കാൻ എടപ്പാടി പളനിസ്വാമി സർക്കാർ ശ്രമിച്ചെങ്കിലും കോടതി ഇടപെട്ടു. ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ദീപയ്ക്കും ദീപനുമായി വീട് വിട്ടുകിട്ടി. ഇപ്പോൾ വീണ്ടും ഒരു തേർതൽ കാലത്ത് പോയസ് ഗാർഡൻ ഒരു അധികാര കേന്ദ്രമല്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24 ജയലളിതയുടെ 76ാം പിറന്നാൾ ദിനം ഇവിടെ പുതിയൊരു വീടുയർന്നു. പാലുകാച്ചൽ ചടങ്ങിൽ അയൽക്കാരൻ രജനീകാന്ത് അതിഥിയായി. പോയസ് ഗാർഡനെ 1/4 നൂറ്റാണ്ടിലധികം ഉപജാപങ്ങളുടെ പൊളിറ്റിക്കൽ പവർ സെന്ററാക്കി നിർത്തിയിരുന്ന VK ശശികല ഇവിടേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ജയലളിതയുടെ വേദനിലയത്തിന് നേരെ മുൻവശത്ത് അത്യാഡംബരത്തിൽ തലയെടുത്തു നിൽക്കുന്ന ജയലളിത ഇല്ലം. 95 പോയസ് ഗാർഡൻ വരുംകാല അരസ്യലുലകത്തിൽ എന്തു റോളാകും വഹിക്കുക? കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഡെസ്ക് 24. എനിക്ക് തോന്നുന്നു വിജയകുമാർ, രജനീകാന്തുമായി ഏറ്റുമുട്ടാനും ഈ പോയസ് ഗാർഡനിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് ജയലളിത രജനീകാന്ത്. ഓക്കെ. മാത്രമല്ല രജനീകാന്ത് പുറത്തിറങ്ങി വീഡിയോ വലിച്ചു നിന്നല്ലോ. അതെ. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, വലിയ ജയലളിത വഴി കടന്നു. അപ്പൊ അതൊക്കെ ചരിത്രമാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ പോയസ് ഗാർഡൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഒരുപക്ഷെ തമിഴ്നാടിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് പോയസ് ഗാർഡൻ. ഈ റെയ്ഡൊക്കെ എത്രയോ ദിവസങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. മാത്രമല്ല ഇത്രയധികം ചെരുപ്പുകൾ ഒരാൾ ഉപയോഗിക്കുമോ, ഇത്രയധികം സാരികൾ ഒരാൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഇങ്ങനെ എന്തെല്ലാം സംശയങ്ങളായിരുന്നു പത്രപാരായണന്മാർ. അത് കഴിഞ്ഞിട്ടും ജയലളിത മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. അന്നും അവർ ഈ സാരി കണക്ക്. ഓക്കെ. അപ്പം ഇങ്ങനെയും സാരികളുടെ എണ്ണം കൂട്ടാം എന്നാണ് അന്ന് മനസ്സിലായത്. ഇനി വിജയകുമാർ, നമ്മൾ അങ്ങോട്ടാ യാത്ര. നമ്മൾ ഇനി പോകുന്നത് ഈ മിന്നായം പോലെ വരുന്ന ചില സംഭവങ്ങളിലേക്കാണ്. നമ്മൾ അതിനെ എന്താ വിളിക്കുക? മിന്നായം പോലെ എന്ന് പറഞ്ഞാൽ മിന്നലായി വരുന്നു. അതെ, മിന്നൽ. ഒരു നേതാവിന് ടിക്കറ്റ് നിഷേധിച്ചാൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം എന്നാണ് ആന്ധ്രാപ്രദേശ് തെളിയിക്കുന്നത്. തെലുങ്കുദേശം പാർട്ടി ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അനന്തപുരം നഗരസഭാ ചെയർമാൻ JC പ്രഭാകർ റെഡ്ഡിക്ക് സീറ്റില്ല. പിന്നെ പ്രവർത്തകർ ഒന്നും നോക്കിയില്ല. അനന്തപുരത്തെ പാർട്ടി ആസ്ഥാനത്തോട് അവർ ചെയ്തത് എന്താണെന്ന് ഈ റിപ്പോർട്ടിൽ കാണാം. സസ്പെൻസ് വേണ്ട, കണ്ടോളൂ. അതെ. JC പ്രഭാകർ റെഡ്ഡിയുടെ അനുയായികൾ എന്തും ചെയ്തു കളയുമെന്ന് നേതാക്കൾക്ക് അറിയാമായിരുന്നു. അതിനാൽ ഗേറ്റും വാതിലും പൂട്ടി സ്ഥലം വിട്ടതാണ്. ആദ്യം ഗേറ്റ്, പിന്നെ വാതിൽ. ഓഫീസിനുള്ളിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു. ഒടുവിൽ പുറത്തൊരു ചിതയും. ഇതാദ്യമല്ല പ്രഭാകർ റെഡ്ഡിയുടെ അനുയായികൾ അക്രമകാരികളാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതുതന്നെ കണ്ടതാണ്. ഇലക്ഷൻ ഡെസ്ക് 24.
വിജയകുമാർ ഇതൊക്കെ കാണിച്ചത് ഒരു സീറ്റ് അതെ നിശ്ചയിച്ചതാണ്. അതെ അതെ അദ്ദേഹം ചില്ലറക്കാരനല്ലല്ലോ സ്കിൻ പ്രഭാകർ റെഡ്ഡി. അദ്ദേഹം ഒരുപക്ഷെ എന്താണ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് കത്തിച്ച് കളയല്ലോ ചിലപ്പോൾ ഇങ്ങനെയാണ്. അത്രയും എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് അതെ, അടിയാണെന്ന് അതെ. സീറ്റ് മൂകിൽ മേജർ രവിക്ക് എത്ര സമാധാനത്തോടെ സംസാരിക്കുന്നത്. കാര്യം മേജർ രവി പറഞ്ഞതേ വളരെ സന്തോഷമായി എന്നാണ്. അതെ അതെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കൂടി മാത്രമല്ല ഇതുകൊണ്ട് അദ്ദേഹത്തിന് സൗകര്യം കിട്ടി എല്ലാ മണ്ഡലത്തിലേക്കും പോകാം എന്ന് വരെ മേജർ രവി പറഞ്ഞു. അപ്പൊ ഇത് ആന്ധ്രയിലെ വല്ലതും ആയിരുന്നു എന്റെ മേജറെ എന്ത് സംഭവിക്കുമായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു സീറ്റ് കിട്ടാതെ ഒരാൾ ആത്മഹത്യാശ്രമം നടത്തി പിന്നീട് അദ്ദേഹം സിറ്റിംഗ് എം പി അതെ MDMK. അതെ അതെ. ഇനി നമുക്ക് സ്റ്റേറ്റ് സ്കാൻ. അതെ. അപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് ക്യാമറ തിരിക്കുകയാണ്. 318 കിലോമീറ്റർ ബംഗ്ലാദേശുമായും 510 കിലോമീറ്റർ മ്യാൻമറുമായും അതിർത്തി പങ്കിടുന്ന കൊച്ചു സംസ്ഥാനം മിസോറാം മുഴുവനായും ഒരൊറ്റ ലോക്സഭാ മണ്ഡലമാണ്. ജനസംഖ്യയുടെ 90% വരുന്ന ഗോത്രവിഭാഗത്തിന് മണ്ഡലം സംവരണം ചെയ്തിരിക്കുന്നു. കാലങ്ങളായി കോൺഗ്രസും മിസോ നാഷണൽ ഫ്രണ്ടും തമ്മിലായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടം. എന്നാൽ ഇത്തവണ ആ കഥ വേറെയാണ്. ചതുഷ്കോണ മത്സരമാണ് ഇത്തവണ മിസോറമിൽ. സംസ്ഥാനം ഭരിക്കുന്ന സോറം പീപ്പിൾസ് മൂവ്മെന്റ് ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മിസോ നാഷണൽ ഫ്രണ്ട്. കോൺഗ്രസ് ആകട്ടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലും. BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ വളർച്ച നിലനിർത്തുകയും വേണം. 1971 മുതൽ 13 പൊതു തെരഞ്ഞെടുപ്പുകൾ. 84 ശേഷം കൂടുതൽ കാലവും മണ്ഡലം കോൺഗ്രസിന്റെ കൈപ്പിടിയിലായിരുന്നു. 1999 മുതൽ 2004 വരെ MP ഉണ്ടായിരുന്ന മിസോ നാഷണൽ ഫ്രണ്ടിന് പിന്നെ ഒരു അവസരം കിട്ടിയത് 2019 മാസങ്ങളുടെ ഇടവേളയിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വോട്ട് ചെയ്യുന്നവരാണ് മിസോറം ജനത. സംസ്ഥാന ഭരണം ഏൽപ്പിക്കുന്നവരെ തന്നെ പാർലമെന്റിലേക്ക് അയക്കുന്നതാണ് പതിവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ 27 സീറ്റും നേടി അധികാരത്തിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് മിസോ ജനതയുടെ പുതിയ പ്രതീക്ഷയായ സോറം പീപ്പിൾസ് മൂവ്മെന്റ്. ജനപ്രീതിയിടിഞ്ഞ MNFന് നിയമസഭയിൽ 10 സീറ്റ് മാത്രമാണുള്ളത്. പലവട്ടം സംസ്ഥാനം ഭരിച്ചിട്ടുള്ള കോൺഗ്രസിന് ജയിക്കാനായത് ഒരു സീറ്റിൽ മാത്രം. BJP അംഗസംഖ്യ 2 ഉയർത്തി. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട 4 പാർട്ടികളും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംരംഭകനായ റിച്ചാർഡ് വൻലാൽ മാംഗയെ ആണ് ZPM സ്ഥാനാർത്ഥി. MNFനു വേണ്ടി രാജ്യസഭാംഗമായ വൻലാൽ വന ലോക്സഭയിലേക്ക് മത്സരിക്കും. മുൻ ആഭ്യന്തര സെക്രട്ടറി ലാൽ ബയാക്സമയെ ആണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ വൻലാൽ മുവാക്കയാണ് BJP സ്ഥാനാർത്ഥി. മണിപ്പൂർ മുതൽ മ്യാൻമർ വരെ മിസോറാമിൽ ചർച്ചാ വിഷയമാണ്. മണിപ്പൂർ കലാപത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുക്കി വിഭാഗക്കാരാണ് മിസോറാമിൽ അഭയം പ്രാപിച്ചത്. മ്യാൻമറിലെ സൈനിക അട്ടിമറിക്ക് പിന്നാലെ പലായനം ചെയ്ത 30,000-ലേറെ ചിൻ വിഭാഗക്കാരെയും ബംഗ്ലാദേശിൽ നിന്നെത്തിയ കുക്കി ചിൻ വിഭാഗക്കാരെയും മിസോറാം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മിസോറാമിലെ ഭൂരിപക്ഷം വരുന്ന മിസോ ഗോത്രം കുക്കി ചിൻ വിഭാഗക്കാരുമായി വംശീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു. NDAയുടെ ഭാഗമായിരുന്ന MNFനെ BJPയിൽ നിന്നകറ്റിയത് കേന്ദ്രത്തിന് മണിപ്പൂരിലുണ്ടായ നിസ്സംഗതയും അഭയാർത്ഥികളോടുള്ള പ്രതികൂല സമീപനവുമാണ്. ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് സംസ്ഥാന ഭരണം പിടിച്ച ZPM BJPയുമായി കൂട്ടുകൂടുന്നുവെന്ന് MNF ഇപ്പോൾ ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനവും ഭാരത് ജോഡോ ന്യായ് യാത്രയുമൊക്കെ വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. 2006 മുതൽ മാതൃകാപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മിസോറം. അതിനു കാരണം പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ പൗരസംഘടനകൾ പുലർത്തുന്ന ജാഗ്രതയാണ്. വലിയ പരസ്യങ്ങൾക്കും വീട് കയറിയുള്ള വോട്ട് ചോദിക്കലിനുമൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പണക്കൊഴുപ്പ് കൊണ്ടോ കെട്ടുകാഴ്ചകൾ കൊണ്ടോ വോട്ടർമാരെ സ്വാധീനിക്കാനാകില്ല. S. രാംകുമാർ, ഇലക്ഷൻ ഡെസ്ക്, 24. ഇനി വിജയകുമാർ, വെട്ടൊന്ന് മുറി 2. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ നിലയും നിലപാടും പൊതുജനങ്ങളെ അറിയിച്ചിരുന്നയാൾ ആ ആൾ പ്രചാരണം മൂത്തുവരുമ്പോൾ മറുകണ്ഠം ചാടിയാൽ എന്ത് സംഭവിക്കും? പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന മുൻ MSF നേതാവാണ് മാതൃപാർട്ടിയിലേക്ക് മടങ്ങിപ്പോയത്. KS ഹംസയുടെ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനായിരുന്ന KM ഫവാസ് ഉൾപ്പെടെയുള്ളവരെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൽ തിരിച്ചെടുത്തത്. വലിയ അന്ധകരണമായി പോയി, അടുത്ത ചെയ്തായിപ്പോയി. KM ഫവാസ് അടക്കമുള്ള MSF നേതാക്കളെ 2021 ലീഗ് പുറത്താക്കിയത്. 2023 KS ഹംസയെയും പുറത്താക്കി. പുറത്താക്കപ്പെട്ട MSF നേതാക്കളും KS ഹംസയും കോഴിക്കോട് കേന്ദ്രീകരിച്ച് കൂട്ടായ്മ രൂപീകരിച്ചു പ്രവർത്തിച്ചിരുന്നു.
പാണക്കാട് മുനവറലി തങ്ങളടക്കമുള്ളവർ ഇവരുടെ പരിപാടിയിലും പങ്കെടുത്തു. എന്നാൽ അപ്രതീക്ഷിതമായാണ് KS ഹംസ പൊന്നാനിയിൽ ഇടതു സ്ഥാനാർത്ഥിയായത്. ഇതോടെ KS ഹംസയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് KM ഫവാസ് ആണ്. സ്ഥാനാർത്ഥിയുടെ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ KM ഫവാസ് ആയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുൻ MSF നേതാക്കളെ ലീഗിൽ തിരിച്ചെടുത്തത്. ഇതോടെ KS ഹംസയെ വിട്ട് KM ഫവാസ് ലീഗിലെത്തി. AR നഗർ ബാങ്ക് ക്രമക്കേടിലെ തുടർ നീക്കങ്ങൾ ഭയന്നാണ് MSF നേതാക്കളെ തിരിച്ചെടുത്തതെന്നാണ് LDF പറയുന്നത്. അത് ചെറിയ വിഷയമല്ല, അതീവ ഗുരുതരമായ സംഭവങ്ങളായതുകൊണ്ട് അറിയപ്പെടുന്നത് 1000-ലധികം കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ. ആ പണം എവിടെ നിന്ന് വന്നു, പിന്നെ എവിടേക്ക് പോയി, എന്തായിരുന്നാലും അതുകൂടി ഈ തിരിച്ചെടുക്കുന്നതിന് ചിലപ്പോൾ കാരണമായേക്കാം. AR നഗർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് KM ഫവാസ് വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. ഇത് ഉയർത്തിക്കാണിച്ചാണ് ഇടതു പ്രചാരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുൻ MSFകാരൻ മറുകണ്ഠം ചാടിയത് തിരിച്ചടിയാണെങ്കിലും AR നഗർ ബാങ്ക് ക്രമക്കേട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഇടതുമുന്നണി. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24. വിജയകുമാർ, പ്രിയ സഖി ഒരു യൂട്യൂബ് മെസ്സേജ് അയച്ചിരിക്കുന്നു. SKM ഞങ്ങൾ പ്രവാസികളുടെ കുറിപ്പുകൾ വായിക്കാതിരിക്കരുത്. അങ്ങനെയില്ല, തീർച്ചയായിട്ടും ഇല്ല. ഒരു സൗദി അറേബ്യയിൽ നിന്ന് ജാഫറാണ് ഈ കക്ഷി. എൻ്റെ ജാഫറെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇലക്ഷൻ സ്റ്റണ്ട് നിർത്താൻ സമയമായി ഇന്നത്തെ എപ്പിസോഡ്. ഇനി നമുക്ക് നാളെ കാണാം സ്റ്റണ്ടുമായിട്ട്. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റിൻ്റെ സമയം. സ്മിത ഹരിദാസ് ചേർന്നു. അത് കഴിഞ്ഞാൽ എൻകൗണ്ടറായി. എൻകൗണ്ടറുമായി ഇന്ന് സംവാദ വേദിയിലേക്ക് വരുന്നത് വേണു ബാലകൃഷ്ണൻ. ആദ്യം ന്യൂസ് സൂപ്പർ ഫാസ്റ്റ്. ഓവർ ടു സ്മിത ഹരിദാസ്. ഗുഡ് നൈറ്റ്. ശുഭരാത്രി.